Zain Sports Barbecue Night. നീ ക്ലാസ് വെച്ചാലേ ഭംഗി. ഓ പ്രവാസികളുടെ സ്വന്തം സോസേജ്. Hello ladies and gentlemen, welcome back to our channel. Our happy face. So barbecue night, Barbecue evening. ഈവനിങ് എന്ന് പറയാൻ നൈറ്റ് ആവും തിരിച്ചു വരാൻ. അപ്പോൾ ബാർബിക്യൂ നൈറ്റ് എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്. സാധനങ്ങളൊക്കെ ഞങ്ങളത് വീട്ടിൽ നിന്ന് കറക്റ്റ് ടൈം ഫോൺ വന്നു. So it's barbecue evening. ഏതൊരു കൊച്ചു കറിയുന്നുണ്ട്, കരച്ചിൽ കേൾക്കാനുണ്ട്. അപ്പോൾ ഓൾറെഡി പാർട്ടി മൂഡായി. ബാർബിക്യൂ നൈറ്റ് ഓൾറെഡി ഫോർ സാധനങ്ങളായിട്ട് പോണ കണ്ടില്ലേ? ഇത് അവസ്ഥ എന്തു വിധി. ഇത് കോപ്പിറൈറ്റ് വരുമോ? പിന്നെ ഈ പാട്ടിന് എന്തായാലും കോപ്പിറൈറ്റ് വരും. അങ്ങനെ അരുണിന്റെ ഓഫീസിലെ ബാർബിക്യൂ നൈറ്റ് എല്ലാരും കൂടിയിട്ടുള്ള സൂപ്പർ Zain Sports Barbecue Night is on. ഓഫീസിലെ ഫുൾ സ്റ്റാഫ് ആൻഡ് their family are coming. So we are leaving now. ഇന്ന് സാറ്റർഡേ ആ. നീ എല്ലാ വണ്ടി എടുക്കണം. 5:30 ആയി. ഓ ഐ ആം സോറി. 5:30 നല്ല കാറ്റുണ്ട് ഇന്ന്. So we are going to Ajman. Ajmanil ബീച്ചിലാണ്. We have prepared all the things. Okay, we are inside the car now. ഇനി സമാധാനമായിട്ട് സംസാരിക്കാം. So we are going to Ajman. Ajmanil ഒരു ബീച്ചിലാണ്. We have planned this barbecue night, whatever you want to call it. നൈറ്റ് ആവും തിരിച്ചു വരുമ്പോ അല്ലേ? എന്തായാലും ലേറ്റ് നൈറ്റ് ആവും വരാനായിട്ട്. കാരണം എന്താണെന്നറിയില്ല, മൂക്ക് ഭയങ്കര ചൊറിച്ച്. ഓ പുതിയ നെയിൽസ് ചെയ്ത് കാണിക്കാല. എന്ത് പട്ടി ഷോയ്ഡ് ചെയ്ത്. Once in a blue moon I just feel like doing something like this. ചെയ്യുമ്പോ കുറച്ച് ഇത്. അപ്പൊ ഇവിടുന്ന് ഒത്തിരി ദൂരം ഇല്ലല്ലോ. We'll reach in 20 minutes, no? Almost 15-20 minutes. 15-20 minutes and എത്തി അവിടെ ആൾക്കാര്. അവിടെ എല്ലാവരും എത്തി. ഇനി നമ്മളാണ് ലേറ്റ് ആവുക. സോ ഡോണ്ട് ബി ടു നമ്മൾ ഏറ്റവും അടുത്ത് നിന്നിട്ട് ലേറ്റ് ആവും. We are going and the climate is really like the weather is very nice. It feels like it's gonna rain. This week rain പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യപ്പെടാന്ന് അറിയില്ല. But for this coming week full rain പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണെന്ന് നോക്കി കണ്ടറിയാം. തൊപ്പി വേണ്ടാന്ന് ഉറപ്പല്ലേ? I have തൊപ്പി. We'll reach in 20 minutes and we'll see you guys when we reach there. ബാർബിക്യൂ അല്ലേ? നീ അവിടെ വന്ന് ബാർബിക്യൂന് പോയിണ്ടോ? ഇല്ല, എല്ലാരും കൊണ്ടുപോയിട്ടില്ല. ഇവിടെ വന്ന് ബാർബിക്യൂന്. നീ പുറത്ത് അവിടെ വെച്ച് പോയിണ്ടോ? എപ്പോഴേലും പോയിണ്ടോ ബാർബിക്യൂ? ഞാൻ പോയിട്ടില്ല. ഫസ്റ്റത്തെ ബാർബിക്യൂയാ? ഒത്തിരി ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ബാർബിക്യൂ ഡെസേർട്സിലൊക്കെ ചെയ്യുന്ന, റൈറ്റ്? മോസ്റ്റ്ലി ഡെസേർട്സിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പം പോകുന്ന ബീച്ച് സൈഡിലല്ലേ? ഇത് നമ്മളിപ്പോ ബീച്ച് സൈഡിലേക്കാ പോകുന്നത്. അൽസോറ ബീച്ച്. അപ്പൊ എന്തൊക്കെയാ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ചിക്കൻ ഉണ്ട്, പിന്നെ സോസേജ് ഉണ്ടാവും, മട്ടൻ കീമ അല്ല കോഫ്ത, പിന്നെ കോൺസ്. That's it. Yeah, so it's going to be an amazing evening, I feel, with lots of food, definitely. ഫുഡില്ല നമുക്ക് എന്താ ആഘോഷം? എവിടെ പോയാലും ഫുഡെല്ലാം മസ്റ്റ്. ഉണ്ടെങ്കിൽ ആഘോഷം. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കമ്പനിയില് പരിപാടികൾ ചെയ്യാൻ ഫുഡ് മസ്റ്റാ. അടിപൊളി. എവിടെ എത്താല്ലോ? ഓൺ ദി വേ പെട്രോൾ ഫില്ല് ചെയ്യാനായിട്ട് ഇതാ എത്തി. അതന്നെ എഡ്നോക്ക് എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് ഓർമ്മ വരരുത്. നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്താണ്? നിങ്ങൾ കമന്റ് ചെയ്യൂ. ഒന്നും തോന്നണ്ട, ഒന്നും ആലോചിക്കണ്ട. നീ ഉദ്ദേശിച്ച കോഫി ഇവിടെ കിട്ടില്ല. എനിക്ക് വേണ്ട. നിനക്കില്ല. എനിക്ക് വേണ്ട. നിനക്കില്ല. ഞങ്ങൾ ആക്ച്വലി ഷോർട്ട് കട്ട് എടുത്തേക്കാണ് കേട്ടോ. ट्रैफिक से बचने के लिए अच्छा तरीका है. हम आ गए हैं. क्या റീൽ അവിടുത്തെ ആ ട്രാഫിക് അവോയ്ഡ് ചെയ്യാൻ we just entered over here. ഇനി ഒരു ഐഡിയ ഇല്ല where we will reach. ഡെസേർട്ട് സഫാരി ഇതൊന്ന് വീക്കെൻഡ്. സമയം 6 ആയിട്ടുള്ളൂ കേട്ടോ. Just look at the cars being parked. Really, it's full. Seriously yaar, इतना नहीं सोचा था मैंने. ഇത് ഫുള്ളാ. നമ്മൾ മുന്നേ വന്ന് സ്ഥലം പിടിച്ചത് കൊണ്ട് നമുക്ക് എല്ലാം സെറ്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. നല്ലൊരു ബീച്ച് വ്യൂ. സൂപ്പർ അടിപൊളി വൈബ് അല്ലേ? ക്ലീൻ ബീച്ചാ. നല്ല ബീച്ചാ. ഇവിടെ നല്ലൊരു ബീച്ചും
അതിൻ്റെ തൊട്ട് ബാക്കിലായി നമ്മുടെ ബാർബിക്യൂ സെറ്റപ്പ് തുടങ്ങുന്നു. ദേ വിഷ്ണു തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആ പോയി കറക്റ്റ് വീഡിയോ എടുത്തപ്പോ തന്നെ വീണു. അങ്ങനെ നമ്മൾ വിചാരിച്ചു കുറച്ച് ടീം എത്തി എന്തായാലും. അപ്പൊ നമുക്ക് ആദ്യം കണ്ണിന് കായാൻ തുടങ്ങി. ഫയർ ഇടല് ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ബാർബിക്യൂ ആണ്. ഇതില് കാണുമെന്ന് അറിയത്തില്ല. ഫുള്ള് ആൾക്കാർ ഇങ്ങനെ ചൂണ്ടലിട്ടേക്കണ അതും ഒരു സൂപ്പർ പരിപാടിയാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ കാറ്റിൻ്റെ ചെവിടും മുടിക്കോ ബാക്കി വിശേഷം സ്ക്രീനിൽ. ഇത് നല്ല സെറ്റപ്പ് കേട്ടോ, കണ്ടോ? ഇതിങ്ങനെ സെറ്റാക്കുന്നു. ഞാൻ നേരെ മറച്ചു വെച്ചാൽ നമ്മുടെ കറക്റ്റ് അടുപ്പ് സെറ്റ്. ഇത് നമ്മുടെ കരി പൊട്ടിക്കണം. അരുവിന്റെ പണി തുടങ്ങിയതല്ല, ആരും ഇല്ലാത്തോണ്ട് പണിത് പോകുന്നതാണ്. അപ്പൊ നമുക്ക് 2 എണ്ണം ഉണ്ട്. മൂന്നെണ്ണം ഉണ്ടോ? ഇതാരെങ്കിലും ചെയ്ത് പരിചയമുണ്ടോ? എന്താ നമുക്ക് തന്നെ എല്ലാവർക്കും പണി. ചെറിയൊരു പ്രശ്നം ഉണ്ടായി, തീ എടുത്തില്ലേ? അതത്ര ഇമ്പോർട്ടന്റ് അനാവശ്യമായിട്ടുള്ള ഏറ്റവും മെയിൻ സാധനമാണ് തീ. അത് തന്നെ പറഞ്ഞു. ബാർബിക്യൂന് കിട്ടിയോ ലൈറ്റർ? അയ്യോ ലൈറ്റർ ഇല്ല നിങ്ങളുടെ കയ്യില്? ഫുൾ ഫയർ എല്ലാരും എത്തി തുടങ്ങി. അടുത്ത ആള് ഇവിടെ ഫുൾ ടീം എത്തി. സെറ്റാക്കടാ. ദോ വരുന്നു പാട്ട് പെട്ടിയുമായി ഷെഫീഖ് എന്ന ചെറുപ്പക്കാരൻ. ഓ ഇന്ന് നോക്കിയതിനെ പിടിച്ച് പുറത്താക്കും. താങ്ക് യു ഷെഫീഖ്. ബിഹൈൻഡ് ദ സീൻ നമ്മളിവിടെ പരിപാടി സെറ്റായിക്കൊണ്ടിരിക്കുന്നു. കനല് കത്തിച്ചുകൊണ്ട് മോൻ അവൻ്റെ ആ വീശ് നോക്കി. ഇതോ എരിയുന്ന തീയിൽ മണ്ണെണ്ണ കോരി ഒഴിക്കുക നമ്മുടെ റജീം. ഇത് കൂടുതൽ കത്തിട്ടാ അത് സെറ്റാക്കി. അലിക്ക പരിപാടി ഗംഭീരമായിക്കൊണ്ടിരിക്കുന്നു. ഇതേ ഇനി നമുക്ക് മെല്ലെ പോയി 1 by 1 കാണാം. ചിക്കൻ സെറ്റ്, കോൺ അവിടെ സെറ്റ്, അതേപോലെ ഇനി സോസേജ്. ഇത് ജിർജിർ. അത് കഴിഞ്ഞ സോസേജ്. അടിപൊളി ഫുൾ പവർ. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഏരിയ കവറായി. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഗാനമേള സ്റ്റാർട്ട്. എല്ലാവരും എത്തി. ഇനി 1 by 1 നമ്മുടെ കുക്കിംഗ് വി ആർ ഗോണ സ്റ്റാർട്ട്. നെക്സ്റ്റ് ഇതേ നമ്മൾ ഗ്രില്ല് സെറ്റാക്കി. ഇനി ഗ്രില്ലിൽ ഫസ്റ്റ് സോസേജ് അല്ലേ? എല്ലാവരും അഭിപ്രായം സോസേജാ. രാകേഷ് എന്താ ആദ്യം വെക്കണം നമ്മള്? ഗൾഫ് പ്രവാസികളുടെ സ്വന്തം സോസേജ്. അപ്പോൾ നമുക്ക് 2 ഗ്രില്ലുണ്ട്. 2 ഗ്രില്ലിൽ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് സോസേജ് വെക്കും. അല്ല അലിക്ക? വിനീഷ് നോക്കി നിൽക്കുക. റഹ്മാനൊക്കെ ഗാനമേള ഇതുവരെ സെറ്റാക്കിയിട്ടില്ല. എല്ലാവർക്കും ഈ കടപ്പുറത്തിന്റെ ആശംസ. വീണ്ടും വിപുൽ, ഇപ്പൊ വിഷ്ണുവിന്റെ ഡൗട്ട് ക്ലിയർ ആയ? നമ്മുടെ ഇടയിൽ ആരത് ശരിക്കും പഠിച്ചിട്ടുള്ളത്? ഒരൊറ്റ ആളുള്ളതാ. കണ്ട പ്രൊഫഷണൽ കണക്കപ്പിള്ള വന്ന സമയം കറക്റ്റാ. നമ്മുടെ ഫസ്റ്റ് സോസേജ് വെച്ചു. ഉദ്ഘാടനം കഴിഞ്ഞു അല്ലേ വിനീഷേട്ടാ? എങ്ങനെയുണ്ട്? ഫസ്റ്റ് സെറ്റ് ഓഫ് സോസേജ് വെച്ചു. എങ്ങനെയുണ്ട് ബാർബിക്യൂ? നല്ല ഗുഡ്. കഷ്ടപ്പെട്ടിട്ട് തിന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതിലും സോസേജ് 2 സെറ്റ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം 2 ഗ്രില്ലിലും സോസേജ് വെക്കുക. എന്നിട്ട് അത് ഫസ്റ്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചിക്കൻ, കോണ് അങ്ങനത്തെ സാധനങ്ങൾ മിക്സ് ആയി ചെയ്യാം. പക്ഷെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ടേസ്റ്റിങ് തുടങ്ങിയാ? ടേസ്റ്റിങ് തുടങ്ങിയിട്ടില്ല. ഫുൾ ടീം എത്തി. ഇതോ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് റെഡി. സലിക്ക ക്യാപ്റ്റൻ ഉണ്ടോ? അവൻ്റെ സ്നേഹം നോക്കുക. എല്ലാവർക്കും കൊണ്ടുകൊടുക്കടാ. സോസേജ് സെറ്റ്. ഫീക്ക് ഇതൊക്കെ പ്രൊഫഷണലാണ്. നോക്കിയേ എന്ത് ചെയ്യണം അവൻ. നിങ്ങൾ 2 ആളും ശരിക്കും കൈ കഴുകിയിട്ടില്ലേ?
കബാബ് അടുപ്പിൽ കയറി. നമ്മുടെ രണ്ടാളുടെ ജോലിയാണ് ഇത്. വേവായോ എന്നുണ്ട്. നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. ആദർശിന് ഒരു പ്രാവശ്യം ഒരു കാര്യം ഇതാ ചേട്ടനും എന്നും കൂടിയാണ് പരിപാടി. നിങ്ങളത് വേവിക്കാൻ കൊണ്ടുവന്ന് വെച്ചത് എടുത്തിട്ട് തിന്ന ഞാൻ എന്ത് ചെയ്യാനോ. കബാബ് കിടന്ന് ഇങ്ങനെ ഫ്രൈ ആവണ കണ്ട ഫ്രൈ ആവാന്നാണോ പറയാ? നീ പറയൂ അല്ലേ? ഡ്രൈ ആവോ? ഇതിൽ ആർക്കും അവകാശമില്ല. ഞങ്ങക്ക് രണ്ടാൾക്ക് മാത്രമേ ഉള്ളൂ അല്ലേ ഇതിനൊക്കെ? ഇത് പാത്രമായിട്ട് എടുത്തോണ്ട് എത്ര കയ്യ വന്നേന്ന് നോക്ക്. കുറച്ച് ആത്മാർത്ഥത കാണിച്ചത് എന്റെ കുട്ടി. കയ്യും കഴുകി ഭയങ്കര ആത്മാർത്ഥമായിട്ട് വന്നപ്പോ നോക്കി ഒറ്റയ്ക്കായി. സനീർ എന്തൊന്നും ഉണ്ടാക്കണേ? എന്തേലൊക്കെ പറയേ. എന്താ ഇത് പവറാവാത്ത ചേർത്തെ? ഏതെന്നാ സ്വിച്ച് ഇട്ടിട്ടില്ല? തകർക്കാൻ എല്ലാരും വെയിറ്റ് ആയിട്ടിരിക്ക. വെയിറ്റിംഗ് ഫോർ ദി തകർക്കൽ. അല്ലാട്ടാ ഇതവൻ പാവം. നീ അവൻ ഇട്ടാണ്ട് ഇല്ലാതെയാക്കണ്ട. പാവം ഇപ്പൊ തുടങ്ങിയിട്ടുള്ള അതാണ് ഇത്. ശരത്തെ ചിക്കൻ വെച്ചിട്ട് ഇപ്പൊ 1 മണിക്കൂറായി. ഒരു കഷ്ണം കിട്ടുമോ? അത് ഇറക്കിയാ കുഴപ്പമില്ല. എന്റെ ചെറുക്കന്റെ പവർ നോക്കിയേ. ഒരു പരാതി ഇല്ല. നിന്ന് ചൂടുക. ഇതാണ് റഹ്മാനിക്ക. നോക്കി ഈ വ്യക്തിനെ കണ്ടപ്പോ പറയോ ഇത്ര വലിയൊരു പ്രസ്ഥാനം. ചാളം വെക്കണമെന്നൊക്കെ പറഞ്ഞു. ചോളം വെക്കണമെന്ന്. കമ്പീര എണ്ണം കുറഞ്ഞല്ലോ. ചിക്കനായിട്ടൊരു പോളിങ് പോരാ. ആർക്കും ചിക്കൻ വേണ്ടേ? വിനീഷ് ഭായ് ചിക്കന് ഡിമാൻഡ് ഇല്ലേ? വീണ്ടും കച്ചവടം കുറഞ്ഞ ചോളക്കച്ചവടമൊക്കെ. കച്ചവടം ഇല്ലാത്ത ചോളക്കാർ. അവിടേക്കും ചോള കച്ചവടത്തിലെ ആൾക്കാർ കൂടി. റജിബ് ആള് കൂടിട്ടാ സാധനം ഇല്ലാതെവോ? പെട്രോളൊന്നല്ലല്ലോ. അങ്ങനെ എല്ലാരും അജിനാസ് നിനക്ക് കിട്ടിയില്ല. നീ 2-3 പ്രാവശ്യം എടുത്തൂല. ഷെഫീക്ക് എന്താ കഴിക്കണില്ലേ? നീ കഴിച്ചതാ? കൊറേ നേരം നീ ചെരുപ്പ് കൂട്ടിട്ട് ഇങ്ങനെ നടക്കണേ. പാട്ട് പാടണ്ട. എല്ലാരും പാടുന്ന് പറയണ്ട. നിന്റെ അമ്മയുടെ പാട്ട്. ഇതെന്ത് ലുക്ക്? നീ ക്ലാസ് വെക്ക്. നീ ക്ലാസ് വെച്ചാലേ ഭംഗി. ഓ പൊള്ളി. കടലിൽ കണ്ടപ്പോൾ കടൽ സാഗരമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു മുമ്പേറ്റ ബൈക്കില്ലാന്ന് പറഞ്ഞു ചേച്ചി. ചാഞ്ഞു നിൽക്കണ പൂർണ്ണമാവിന്റെ കുമ്പത്തത്തില്ലയിൽ കയറിയത് പൂർണ്ണ തിങ്കളെ കാണാനല്ല, പൂ പറിക്കാനല്ല. പാതിരാവിലെ പലമരത്തിൽ മൂങ്ങമുതിലയ്ക്കുമ്പോ കൺമുനെ തുടയ്ക്കാതെ ഞാനുമോറങ്ങനെ പോ അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞു. പരിപാടി അവിടെ ഇപ്പൊ വാമായി നടന്നുകൊണ്ടിരിക്കണു. ഞങ്ങൾ പകുതി വെച്ച് നിർത്തി. വയ്യാതെ അത്ര മാത്രം ഉഷാറായിട്ട് നടക്കുന്നുണ്ട്.
എല്ലാവരും ഡാൻസും പാട്ടും ബാർബിക്യും തമാശ പറച്ചിലും എല്ലാം ആയിട്ട് അങ്ങനെ സൂപ്പർ ദിവസമായിരുന്നു. സൂപ്പർ ഈവനിങ് അല്ല? നല്ല ബാർബിക്യൂ ഈവനിങ് ആയിരുന്നു. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ബാർബിക്യൂ. എൻജോയ് ചെയ്തില്ലേ? അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്തു. ഡാൻസും പാട്ടും ഈ പറഞ്ഞ പോലെ എല്ലാം ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഈ ചെറിയ ഷോ ഇതോടുകൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ഓൺ ദി വേ ബാക്ക് ടു ഹോം നമ്മൾ വിചാരിച്ചു വണ്ടിയിലിരുന്ന് വൈൻഡ് അപ്പ് ചെയ്യാന്ന്. കാരണം അവിടെ അവരെല്ലാവരും നല്ല മൂഡിലിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഡാൻസും ഇതൊന്നും ഇല്ലായിരുന്നു. ഷോമൊക്കെ തുടങ്ങി. ബീച്ച് സൈഡ് അല്ലായിരുന്നു, അപ്പം നല്ല കാറ്റുണ്ടായിരുന്നു. സെറ്റ് വി ആർ വൈൻഡിങ് അപ്പ് ടുഡേസ് വ്ലോഗ്. Thanks for watching. See you next time. Bye.